ഇതിനകത്ത് രസം എന്താണെന്നറിയാമോ? ഈ 2025 സ്ത്രീകൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്താൽ വണ്ണം വെക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്തില്ലെങ്കിലാണ് വണ്ണം വെക്കുന്നത്. ഈ കാണുന്ന ട്രാൻസ്ഫോർമേഷനൊക്കെ പ്യുവർലി വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് ഇവർ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതുമല്ലെങ്കിൽ നമ്മളുടെ നടിമാരെ നോക്കൂ, അവർ കൃത്യമായ രീതിയിൽ ഡയറ്റ് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വെയ്റ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഒരു ലെവലിലൊക്കെ ഫിസിക്ക് അച്ചീവ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതെന്താണെന്നല്ലേ? ഇതെന്ന് പറയുന്നത് പെർഫോമിംഗ് എൻഹാൻസിങ് ഡ്രഗ്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്, അനബോളിക് സ്റ്റിറോയിഡ് ഉപയോഗിച്ചുള്ള ബോഡി ബിൽഡിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ നാച്ചുറലി ഫീമെയിൽസ് എത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്താലും അവരുടെ ബോഡി ടോൺഡായി വരുമെന്നല്ലാതെ ഒരിക്കലും ബോഡി ബിൽഡറെ പോലെ ആവില്ല. ഇനി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എങ്ങനെ വണ്ണം കുറയുന്നു എന്നല്ലേ, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുക. ആക്ച്വലി നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് കാലറീസ് മാത്രമേ ബേൺ ആവുന്നുള്ളൂ. എന്നാൽ ആഫ്റ്റർ ബേണിംഗ് എഫക്ട്സ്, അതായത് EPOC, എക്സസ് പോസ്റ്റ് എക്സസൈസ് ഓക്സിജൻ കൺസപ്ഷൻ, ഇതിലൂടെ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ഡാമേജ് ആയ നമ്മളുടെ മസിൽസ് റിപ്പയർ ചെയ്യാനും നമ്മളുടെ എനർജി ലെവൽ റീസ്റ്റോർ ചെയ്യാനും ഒരുപാട് എനർജി ബോഡിക്ക് ആവശ്യമായി വരുന്നു. ഈവൻ നമ്മൾ റെസ്റ്റിങ്ങിലായിരിക്കുമ്പോഴും ഈ സമയത്ത് ബോഡി ഏറ്റവും കൂടുതൽ ഈ എനർജിക്ക് വേണ്ടി ആശ്രയിക്കുന്നത് നമ്മളുടെ ബോഡിയിലെ ഫാറ്റിനെയാണ്, അല്ലെങ്കിൽ കൊഴുപ്പിനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ബോഡിയിലെ സ്റ്റോർഡ് ഫാറ്റും അതുപോലെ കാലറിയും ബോഡി എടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മസിൽസും അതുപോലെ ടിഷ്യൂസും റിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും വെയിറ്റ് ട്രെയിനിങ് നിർബന്ധമായിട്ടും ചെയ്യണം.